ഇപ്പൊ നമ്മൾ ഈ പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വേ ലൈക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ, ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ടീമാണ്. ലൈക്ക് ആരുമില്ല, കുടുംബക്കാരോ ഒറ്റവരൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങളും ഒരു പ്രവാസി ആയി ഇപ്പൊ ആയി അല്ലേ, ഇപ്പൊ അല്ലേ? നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് ആ ഒരു പ്രവാസി? അല്ല, അങ്ങനെ എല്ലാ പ്രവാസികളും ആരും ഇല്ലാത്ത ആളുകളൊന്നല്ല. അവർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. നമ്മള് പൊതുവെ പ്രവാസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പിള്ളേരും അവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ ഒരു ഇപ്പത്തെ പിള്ളേർക്ക് വരുമ്പോ പെട്ടെന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു ആൻസൈറ്റി അങ്ങനെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അതിനകത്തില്ലേ പ്രവാസികൾക്ക് മാത്രമല്ല അതുള്ളത്, നമ്മുടെ നാട്ടിലുള്ള അവരുടെ വീട്ടുകാരും ഒറ്റപ്പെട്ട ജീവിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഒരു വീട് എടുത്ത് നോക്കുവാണെങ്കിൽ അതിന്റെ അയലോക്കത്തെ വീട്ടുകാരോട് പരിചയം കാണത്തില്ല. പറഞ്ഞു മനസ്സിലാക്കും. അതിപ്പം നമ്മള് വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും തന്നെ സെയിം എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലൂടെ. ഒരു പരിചയം എല്ലാ ഫോണിലും, എല്ലാവരും ഫോണിലൂടെ കണക്ഷൻസ് ഒക്കെയാണ്. പണ്ടൊക്കെ ശരിയാണ് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രവാസ ജീവിതവും നാട്ടിലെ ജീവിതവും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ അപ്കമിങ് ആയിട്ട് വേറെ ഈ മൂവിക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻ്റെ നമ്മൾ വേറൊരു പ്രോജക്റ്റ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ ആയി നിൽക്കുകയാണ്. അതിപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞ് പതുക്കെ ചെയ്യാനുള്ള പരിപാടിയിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് നായകൻ്റെ 3 കൂട്ടുകാരാണ്. അതിലൊരു കൂട്ടുകാരനായിട്ട് ഞാൻ തമിഴിൽ ഇപ്പോൾ സിനിമ 2-3 സിനിമയുടെ റിലീസായി. ഇപ്പോൾ പുറത്തുള്ളതിന് ശേഷം ബ്ലഡി ബഗറും മദ്രാസ് മാറ്റിനി എന്ന സിനിമ, പിന്നെ മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അരുൾ നിധി എന്ന് പറയുന്ന ആക്ടറാണ്. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് ജയിലർ 2 രജനികാന്ത്. അതെ അതെ, ഒന്നും ചോദിക്കണ്ട, അതിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല. മുണ്ടിപ്പോര് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്തോളൂ, അതൊക്കെ ചെയ്യാം. പിന്നെ അതാണ് സിനിമ. അപ്പോൾ സിനിമ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട് സിനിമ. പക്ഷെ അടുത്ത കൊല്ലമൊക്കെ ആവും. അത് ഒരുപാട് ലെങ്തി പ്രോസസ് നമ്മുടെ സിനിമ. ഒരു കാര്യം പറഞ്ഞാൽ മതി, നമ്മളിപ്പോ ജയിലർ 1 കണ്ടു, അത് ഒരു മാസ് ബ്ലാസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതേ ലെവൽ അതിനേക്കാളും നമുക്ക് പ്രതീക്ഷിക്കണില്ല. അത് അങ്ങനെ ചെയ്യാൻ തന്നെയാണ് അവർ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിന് പിന്നുള്ളവർ അങ്ങനെ ശ്രമിക്കുക, അങ്ങനെ തന്നെ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ തന്നെ ആവണം. അല്ല അപ്ഡേറ്റ് അല്ല, നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് മലയാളി ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഒരുപാട് കുറെ ഭാഗങ്ങൾ കേരളത്തിലൊക്കെ നടക്കുന്നത്. അപ്പോൾ സുരാജ് ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, അന്ന രാജൻ ഉണ്ട്, സുജിത് ശങ്കർ ഉണ്ട്. അങ്ങനെ മലയാളി ഒരു വിനീത് ഉണ്ട്, വിനീത് തട്ടിലുണ്ട്. അങ്ങനെ മലയാളി ഒരു കാസ്റ്റ് ഉണ്ട് കുറച്ച്. ലാലേട്ടൻ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറയാം. പിന്നെ RPG എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സിനിമ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഡാനിയൽ ബാലാജി എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം മരിച്ചു, അടുത്ത് മരിച്ചു. അദ്ദേഹം അവസാനമായി ചെയ്ത ഒരു സിനിമയാണ്, അതിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നടക്കുന്നു. വരുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പുറത്തങ്ങനെ പറയാറായിട്ടില്ല. അല്ല, മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ നടന്റെ കൂടെ ഇപ്പോൾ സിനിമ ചെയ്ത് പറയാ വേണ്ടേ? അല്ലല്ല, എനിക്കറിയില്ല. നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നിരിക്കും. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. അപ്പൊ പിന്നെ നമ്മളങ്ങനെ പറഞ്ഞാൽ ശരിയല്ലോ. ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് റെഡിയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. നമ്മുടെ സിനിമ ഒരു കണ്ടന്റ് ഉള്ളൊരു മൂവിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളൊരു സിനിമയാണ്. അത് തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. 4 നല്ല അടിപൊളി പാട്ടുകളുണ്ട്. ഒന്ന് പാടിയിരിക്കുന്ന നമ്മുടെ പ്രസീത ചാലക്കുടിയാണ്. പിന്നെ ഒന്ന് കെസ്റ്റർ സാർ പാടിയിട്ടുണ്ട്. പിന്നെ പ്രദീപ് പള്ളൂരത്തി, ബിന്ദുജ, പിന്നെ സ്മിസ് റാപ്പർ. അങ്ങനെ 4 നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് കള്ളച്ചിരി എന്ന് പറയുന്ന ഒരു പാട്ട് ബിന്ദുജയും പ്രദീപ് പള്ളൂരത്തിയും കൂടെ പാടിയൊരു പാട്ടാണ്. നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഡ്രീംസ് ഓൺ സ്ക്രീൻ യൂട്യൂബ് ചാനലിൽ ആ പാട്ടുണ്ട്. അപ്പം അഭിനയം, അത് ആക്ടിങ് മുമ്പോട്ട് താല്പര്യപ്പെടുന്നവർക്കായിട്ട് ഒരു അവസരം നൽകാൻ പോവുകയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി. അത് ആ ഒരു പാട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി കാണുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മിനിറ്റ് താഴെയുള്ള റീൽ എടുത്ത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഡ്രീംസ് ഓൺ സ്ക്രീൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ കൊളാബ് ചെയ്യുകയാണെങ്കിൽ അതുകൂടാതെ അതോടൊപ്പം കൊളാബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആ യൂട്യൂബ് ചാനൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ
ഞങ്ങൾക്കൊരു പോസ്റ്റായിട്ട് കൂടെ അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അവർക്ക് നമ്മൾ നമ്മുടെ അടുത്ത പടത്തിലൊരു ചാൻസും കൂടാതെ ഒരു ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ്. കൂടാതെ ഒരു 3 പ്രോത്സാഹന സമ്മാനം. അത് നമ്മൾ കൊടുക്കുന്ന പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നമ്മൾ പുതിയ ആളുകൾക്ക് ചാൻസ് കൂടുതൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയോളജി വെച്ചുകൊണ്ട് തന്നെ പുതിയ ആളുകൾക്ക് ഒരു അവസരം കിട്ടുക. നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമ്മളോട് പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം അതും നമ്മളിങ്ങനെ ഒരു അപ്പം എല്ലാവരും അത് കാണുന്നവർ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെ, വളരെ പറഞ്ഞില്ല, ഒരുപാട് വലിയ നടന്മാരെ താരപ്പകട്ടുള്ള ഒരു സിനിമയല്ല. പക്ഷേ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു സിനിമ തന്നെയാണ്, വലിയ സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമ ഈ ആദ്യത്തെ കുറച്ച് ദിവസം തിയേറ്ററിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമാണ്. അതാണ് മീഡിയകളോടും കാണികളോടൊക്കെ നമുക്ക് ആവശ്യപ്പെടാറുണ്ട്. ഒരു 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 ഇത് കൊടുക്കുക, സിനിമ തിയേറ്ററിൽ പോയി നിൽക്കാൻ ആദ്യത്തെ ദിവസങ്ങൾ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ കാണണം. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തന്നെ, എല്ലാവരും പോയി സിനിമ കാണുക. കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ എന്താ പറയുക, നല്ലൊരു സ്റ്റോറിയാണിത്. ബേസിക്കലി നല്ലൊരു കഥയും നല്ലൊരു ഫാമിലി സ്റ്റോറിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പരിധിക്കുള്ള എനിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതെല്ലാം പ്രേക്ഷകർ അവരാണ് ഇതിൻ്റെ വിധികർത്താക്കൾ. അപ്പോൾ അവരായിട്ട് കണ്ടിട്ട് പറയട്ടെ. അത് തന്നെ. അപ്പൊ ഞാനും ആശംസിക്കുന്നു സിനിമ ഹിറ്റ് ആവട്ടെ. ഓക്കെ, അതേപോലെ തന്നെ വലിയൊരു കാര്യമാണ് ആ ഓഡീഷൻ, അങ്ങനെ ഒരു അവസരം കൊടുക്കാന്നുള്ളത്. അത് ആ വഴിയെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.